ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. കേരള PSC പരീക്ഷകളിൽ ആവർത്തിച്ചു വരുന്ന ചില ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗോദാവരി. ഗോദാവരിയാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദി. പാപ്സിമിയർ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗർഭാശയ ക്യാൻസർ. ഗർഭാശയ ക്യാൻസർ നിർണ്ണയിക്കാനാണ് പാപ്സിമിയർ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. ഏറ്റവും കൂടുതൽ നിയമസഭാംഗമുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ഏത് രാജ്യത്തിൻ്റെ സാങ്കേതിക സഹകരണത്തോടെയാണ് ഒഡീഷയിലെ റൂർക്കേല പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത്? ജർമ്മനി. ജർമ്മനിയുടെ സഹായത്തോടെയാണ് റൂർക്കേല പ്ലാന്റ് സ്ഥാപിതമായിരിക്കുന്നത്. നവജാത ശിശുവിൻ്റെ ഹൃദയസ്പന്ദന നിരക്ക് എത്രയാണ്? മിനിറ്റിൽ 130 തവണ. നാളികേര വികസന ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കൊച്ചി. കൊച്ചിയിലാണ് നാളികേര വികസന ബോർഡിൻ്റെ ആസ്ഥാനം. നുബ്ര നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? സിയാച്ചിൻ മഞ്ഞുമലയിൽ നിന്ന്. സിയാച്ചിൻ മഞ്ഞുമലയിൽ നിന്നാണ് നുബ്ര നദി ഉത്ഭവിക്കുന്നത്. നീതി ആയോഗ് നിലവിൽ വന്ന തീയതി? 2015 ജനുവരി 1. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? 11 അംഗങ്ങളായിരുന്നു കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത്. മലയാള വ്യാകരണം എഴുതിയ ആദ്യത്തെ ക്രിസ്ത്യൻ മിഷണറി ആഞ്ചലോ ഫ്രാൻസിസ്. ആഞ്ചലോ ഫ്രാൻസിസ് ആണ് മലയാള വ്യാകരണം എഴുതിയ ആദ്യത്തെ ക്രിസ്ത്യൻ മിഷണറി. പിത്തരസം സംഭരിച്ചു വെക്കുന്ന അവയവം ഏതാണ്? ഗാൾ ബ്ലാഡർ. ഗാൾ ബ്ലാഡറിലാണ് പിത്തരസം സംഭരിച്ചു വെക്കുന്നത്. ജോലി ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളാണ് ജോലി ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയത്. ഇന്ത്യയുടെ എംബ്രോയ്ഡറി തലസ്ഥാനം എന്നറിയപ്പെടുന്നത് സൂററ്റാണ്. സൂററ്റിനെയാണ് ഇന്ത്യയുടെ എംബ്രോയ്ഡറി തലസ്ഥാനം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഗോയിറ്ററിൻ്റെ മറ്റൊരു പേരാണ് ഗ്രേവ്സ് രോഗം. ഗ്രേവ്സ് രോഗം എന്നാണ് ഗോയിറ്ററിൻ്റെ മറ്റൊരു പേര്. ദൈവം സർവ്വവ്യാപിയാണ്, ഞാൻ ദൈവത്തെ തേടി ക്ഷേത്രത്തിൽ പോകാറില്ല എന്ന് പറഞ്ഞത് സ്വാമി ആനന്ദ തീർത്ഥൻ. തെർമോസ്ഫിയറിന് മുകളിലുള്ള അന്തരീക്ഷ പാളി എക്സോസ്ഫിയർ. എക്സോസ്ഫിയറാണ് തെർമോസ്ഫിയറിന് മുകളിലുള്ള അന്തരീക്ഷ പാളി. 90-ാം ആണ്ട് സമരത്തിൻ്റെ മറ്റൊരു പേരാണ് ഊരൂട്ടമ്പലം ലഹള. ഊരൂട്ടമ്പലം ലഹള എന്നാണ് 90-ാം ആണ്ട് സമരത്തിൻ്റെ മറ്റൊരു വിശേഷണം. 90-ാം ആണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളി. അയ്യങ്കാളിയാണ് 90-ാം ആണ്ട് സമരത്തിന് നേതൃത്വം വഹിച്ചത്. ലോക അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21. സെപ്റ്റംബർ 21 ലോക അൽഷിമേഴ്സ് ദിനമായി ആചരിക്കുന്നത്. വൈഫൈ എന്നതിൻ്റെ പൂർണ്ണരൂപം വയർലെസ് ഫിഡലിറ്റി. വയർലെസ് ഫിഡലിറ്റി എന്നാണ് വൈഫൈയുടെ പൂർണ്ണരൂപം. സൈലൻറ്റ് വാലിയെ ലോകത്തിന് പരിചയപ്പെടുത്തിയതാര്? റോബർട്ട് റൈറ്റ്. റോബർട്ട് റൈറ്റാണ് സൈലൻറ്റ് വാലിയെ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തിയത്. ലോക തിയേറ്റർ ദിനം എന്നാണ്? മാർച്ച് 27 ലോക തിയേറ്റർ ദിനം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈഫൈ മുനിസിപ്പാലിറ്റി മലപ്പുറം. മലപ്പുറമാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈഫൈ മുനിസിപ്പാലിറ്റി. കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള.